എത്രയോ വട്ടം ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു വിദ്യാർത്ഥിനി മരിച്ച ഒരു സംഭവം ഉണ്ടായി. ഇതിൻ്റെ അകത്ത് ഇവരുടെ ഭാഗത്തു നിന്ന് നിരുത്തരപരമായിട്ടുള്ള സമീപനമാണ് ഈ കാര്യത്തിൽ ഇവർ ചെയ്യുന്നത്. ഒരു നടപടിയും അന്ന് കാഞ്ഞിരവേലിൽ ഒരു വീട്ടമ്മ മരിച്ചപ്പോൾ വലിയ സമരം നടന്നപ്പോൾ അവർ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ഈ വിഷയങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. അവിടെ എന്തെല്ലാം വാഗ്ദാനങ്ങളെന്ന് പറഞ്ഞ് ആ സമയത്ത് എഗ്രിമെന്റ് എഴുതി പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല. ആ പൈസ അന്ന് ആ നിന്ന നിൽപ്പിൽ ഈ വലിയ സമരത്തിന് പുറത്ത് കൊടുത്ത പൈസ അല്ലാതെ പിന്നെ ഒരു കാര്യങ്ങളും നടത്തിയിട്ടില്ല. ആ വീട്ടിലൊരാൾക്ക് ഒരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. ആ വെല്ലിമയുടെ മകൻ്റെ കൊച്ചിനൊരു ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് RRT നിയോഗിക്കാമെന്ന് പറഞ്ഞു. അവിടെ വഴിവിളക്കുകൾ അടിയന്തരമായി സ്ഥാപിക്കാമെന്ന് പറഞ്ഞു. ഇതൊന്നും ചെയ്തത് അവർ ചെയ്തില്ല. ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായ ഞങ്ങൾ മടുത്തു. ഞങ്ങൾ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ ദൈനംദിനം ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ ജനിച്ചു പോയില്ലേ, ഞങ്ങൾക്കിവിടെ ജീവിക്കണ്ടേ? എന്തൊരു സാഹചര്യമാണ്! ഇതുപോലത്തെ ഒരു രീതിയാണ്. ഒരു കാര്യങ്ങളും ഒരു ഉത്തരവാദിത്തപരമായിട്ട് ഇവിടെ ഒരു കാര്യം ചെയ്യുന്നില്ല. ജനങ്ങളുടെ ജീവൻ ഈ നാട്ടിൽ പുല്ല് വിലയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ അത് ഒരു കാര്യവും ഈ കാര്യത്തിൽ ഫെൻസിങ് സ്ഥാപിക്കാമെന്ന് പറഞ്ഞു. ഇതൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ അവിടെ ഫെൻസിങ് കുറച്ച് കാലത്ത് ഫെൻസിങ് ഉണ്ട്. ഇപ്പോൾ വിചിത്രമായൊരു വാദം പറയുകയാണ്, ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ വർക്ക് 80% വർക്ക് ചെയ്തവർക്ക് മാത്രമാണ് പുതിയ വർക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് പെൻഡിങ് ആയിരിക്കുകയാണ്. ഓരോ ദിവസവും ആളുകൾ ജീവനിൽ പേടിച്ചാണ് ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നത്. ഈ നാട്ടിലെങ്ങനെ ജീവിക്കണ്ടേ? അപ്പൊ ഇത്തരത്തിൽ കുറച്ച് ആളുകൾക്ക് വിഷം മേടിച്ച് ഇവിടെയുള്ള ആളുകളെ കൊല്ലുക, അതാണ് ഇനി ഈ ഭരണ സംവിധാനങ്ങൾ, ഈ ഭരണാധികാരികൾ ചെയ്യേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതെ, ഞങ്ങൾക്കെതിരെ എന്ത് കേസാണ് എടുത്തത്? ഞങ്ങൾ ഒരു പാവപ്പെട്ട വീട്ടമ്മ അവരുടെ പട്ടയപ്പറമ്പിൽ അവരവരുടെ ഭർത്താവിന് ചായ കൊടുക്കാൻ പോയ ആളെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. അതിനെതിരെയാണ് നമ്മൾ സമരം ചെയ്തത്. വളരെ ന്യായമായ കാര്യം, ആ കുടുംബത്തിനൊരു നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇവര് ഇല്ലാത്ത കള്ളക്കേസ് എടുത്ത് 5ഓളം ക്രിമിനൽ കേസിലാണ് പ്രതികളാക്കിയിട്ടുള്ളത്. റോബറി, മോഷണമൊക്കെയാണ്. പോലീസ് വണ്ടിയുടെ താക്കോല് മോഷ്ടിച്ചു എന്നുള്ള പേരിലൊക്കെയാണ് 7 ദിവസം ജയിലിൽ കിടന്നാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടി നമ്മളിനി ഇന്നിപ്പോ ഈ ബോഡി ഇവിടെ ഒരു പാവപ്പെട്ട യുവാവ് മരിച്ചു കിടക്കുകയാണ്. ഒരു തീരുമാനം ഇപ്പൊ ഇവിടെ എന്ത് വാഗ്ദാനം പറഞ്ഞാലും ഇനി ഇതിനകത്ത് നാളെ ഒരു കാര്യം ഇവർ അംഗീകരിക്കില്ല. പക്ഷേ ഈ ബോഡി ഇവിടെ എടുക്കുന്നതിന് മുമ്പ് ഇതിന് ന്യായമായ ഒരു പരിഹാരം, ആ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ഈ സംവിധാനം, ഇവിടെ സുരക്ഷ ഉൾപ്പെടെയുള്ള ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിന് ഒരു ഉറപ്പ് തരാതെ ഈ ബോഡി ഇവിടുന്ന് ഇരിക്കാൻ നാട്ടുകാർ സമ്മതിക്കില്ല. കാരണം ജനം മടുത്തു. ജനം നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജനം മടുത്തു. നിർവാഹമില്ലാതെ ജനം നിയമം കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ.